ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഡൽഹിയിൽ നിന്നുള്ള ലേയിലേക്കുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ ISBT കാശ്മീരി ഗേറ്റിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഒന്നെങ്കിൽ HRTCയുടെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ റെഡ് ബസ് വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേറെ പിക്കപ്പ് പോയിൻ്റ് ഉള്ളത് പിന്നെ ചണ്ഡീഗഡ് എത്തുമ്പോഴാണ്. വൈകുന്നേരം 6 മണിക്ക് നമുക്ക് ബസ് ചണ്ഡീഗഡ് എത്തും. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒരു സ്ഥലത്തും നമുക്ക് ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മണാലിയിൽ നിന്നും പറ്റില്ല, കെയിലോങ്ങിലും പറ്റില്ല. ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക്. 6 മണിക്ക് ചണ്ഡീഗഡ് എത്തും. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ മണാലി എത്തും. മണാലിയിൽ നിന്ന് കെയിലോങ്ങിൽ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അവിടുന്ന് നമുക്ക് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ലഡാക്കിൽ ഈ ബസ് എത്തിച്ചേരും. ഈ ബസ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി തരും. വാഷ്റൂമിലൊക്കെ പോകാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാം നിർത്തി തരും. പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല വ്യൂ പോയിൻ്റ് ഉള്ളിടത്തും ഈ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ യാത്ര നടത്തിയത് ഈ 2026 ജൂൺ 1 ഞാൻ യാത്ര നടത്തിയത്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് യാത്രയ്ക്ക് പോയ സമയത്ത് കണ്ട വീഡിയോസാണ്. ഇപ്പോഴും അവിടെ എല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. കുറേ സ്ഥലങ്ങളിൽ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം മഞ്ഞില്ല. ഇപ്പം പോയാൽ നല്ലൊരു അനുഭവമായിരിക്കും. ഇപ്പം റോഡ് ജസ്റ്റ് ഓപ്പൺ ആക്കി, മഞ്ഞെല്ലാം നീക്കി റോഡ് ഇപ്പം ഓപ്പൺ ആക്കിയുള്ളൂ. ഇപ്പം പോയാൽ നല്ലൊരു നമുക്കൊരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും തരുന്നത് ഇത്. പിന്നെ പോകുന്നവർ കുറച്ച് കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക. കുറച്ച് മെഡിസിൻസൊക്കെ കൈ കരുതണം. ആ മെഡിസിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിപ്പം തന്നെ കാണിക്കാം. ഈ മെഡിസിനൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. നമ്മളിത്രയും ഹൈ ആറ്റിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ചെറിയൊരു ഓക്സിജൻ സിലിണ്ടർ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് കാരണം കൈ കരുതുന്നത് നല്ലതാണ്. കൊണ്ടുപോകേണ്ട മെഡിസിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ഏരിയയിൽ മാത്രം ഒരു 90% നല്ല റോഡാണ്. ഒരു 10% ഇതുപോലുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അടുത്തത് കുറേ പേര് എന്നോട് സംശയം ചോദിച്ചത്, നമുക്ക് ലഡാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നമുക്ക് ഓൺലൈൻ സൈറ്റിലൊന്നും ബുക്കിംഗ് അവൈലബിൾ അല്ല. അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ലഡാക്കിൽ ചെന്നിട്ട് ലഡാക്കിൽ ബുക്കിംഗ് ഓഫീസുണ്ട്. ആ ബുക്കിംഗ് ഓഫീസിൽ ഡയറക്റ്റ് ചെന്നാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തിലേക്ക്, ഇപ്പോൾ എല്ലായിടത്തേക്കും ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പാങ്ങോങ്ങിലേക്കും ബസ്സുണ്ട്, നുബ്രോബാലിലേക്കും ബസ്സുണ്ട്, ശ്രീനഗറിലേക്കും ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലോക്കൽ പ്ലേസിലേക്ക് എങ്ങോട്ട് പോകാൻ വേണമെങ്കിൽ നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഈ ബസ് യാത്ര എല്ലാവരുടെ കയ്യിൽ ഒരു പവർ ബാങ്കും പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻ്റർലൈൻ പെർമിറ്റ് ഉണ്ട്. അത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്താൽ കിട്ടും. 400 രൂപയാണ് ചാർജ് വരുന്നത്. അതും കൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട്.